ഫ്രണ്ട്സ്, ഒരു പുതിയ ഡെലിവറി ആപ്പ് ഇറങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടോ ഞാനിപ്പോഴത് കാണുന്നത്. അത് സ്വിഗ്ഗിയുടെ എന്തോ സിസ്റ്റർ കമ്പനി ആവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പേര് ടോയിങ് എന്നാണ്. പക്ഷേ അതിൽ വളരെ ചീപ്പാണ്. ടോട്ടൽ ഫീസ്, ഡെലിവറി ഫീസ് അങ്ങനെ മൊത്തം നോക്കുമ്പോൾ പിന്നെ ചീപ്പ് ഐറ്റംസ് ഉണ്ട്. അതായത് നമ്മൾ സൊമാറ്റോ, സ്വിഗ്ഗിയിലൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ ഹോട്ടലിൽ പോയി കഴിക്കുന്ന റേറ്റിനേക്കാളും ഒരു 30-40% പൈസ കൂടുതലായിരിക്കും ഓൺലൈനിൽ അവർ ഫുഡിന് ആഡ് ചെയ്യുന്നത്. അവരുടെ മെനുവിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻസ് അറിയാം. പക്ഷേ ഇതിൽ നോക്കിയെന്നൊക്കെ ഞാനുണ്ടല്ലോ, ഇപ്പോൾ പുതിയ തുടങ്ങിയ കാരണം കൊണ്ട് വളരെ ചീപ്പാണ്. ഇപ്പോൾ ഫ്രൈഡ് റൈസൊക്കെ 94 റുപ്പീസ്, ബർഗറൊക്കെ 90 രൂപ മുതലുണ്ട്. അതുപോലെ പിസ്സയൊക്കെ 60-70 രൂപ വരെ പിസ്സകൾ, ചീപ്പ് ബർഗർ, മോമോസ്, അങ്ങനെ മിക്ക ഐറ്റംസൊക്കെ ഉണ്ട്. ബിരിയാണി റൈസിന് 50 രൂപ, ബിരിയാണിക്ക് 100 രൂപ, അങ്ങനെ ചെറിയ ചെറിയ ഹോട്ടലിലുള്ള ഐറ്റംസൊക്കെ ചീപ്പ് പ്രൈസിന്, അല്ലെങ്കിൽ ഹോട്ടലത്തെ അതേ ഓഫ്ലൈൻ നമ്മൾ നേരിട്ട് പോയി കഴിക്കുന്നത് അതേ ഒരു പ്രൈസിന് തന്നെ കിട്ടുന്നുണ്ട്. ഡെലിവറി ചാർജും അത്ര കൂടുതലൊന്നുമല്ല. ഇപ്പോൾ ഞാൻ എന്താ ബുക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ ചീപ്പാണ്. എനിക്ക് 87 രൂപയെ വന്നിട്ടുള്ളൂ. 2 ബർഗർ, ഒരു ചീസ്, എക്സ്ട്രാ ചീസ് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ബർഗറിൽ. എന്നിട്ടും 87 രൂപയ്ക്ക് എനിക്ക് 2 ബർഗർ. എന്താണ് ഞാൻ ഓർഡർ ചെയ്തത് നമുക്ക് നോക്കിയാൽ അറിയാം. ഓർഡർ സമ്മറി അതെവിടെയാണ്? അത് കാണിക്കുന്നില്ല ഐറ്റംസിൻ്റെ ഇത്. നമ്മൾ നോക്കിയിട്ട് അറിയാം. അപ്പോൾ അത് 44 മിനിറ്റ് ഡെലിവറി കുറച്ച് അകലിന്നുണ്ട്. എന്നിട്ടും 25 റുപ്പീസേ ഡെലിവറി ചാർജ് വന്നിട്ടുള്ളൂ. അത് നിങ്ങൾ ആലോചിക്കണം. 2 ബർഗർ, 2 ചിക്കൻ ബർഗറാണ്. ഒരു ബർഗറിൽ ചീസ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഡെലിവറി ചാർജ് ഉൾപ്പെടെ എനിക്ക് 87 രൂപയ്ക്ക് കിട്ടുന്നത്. ഗവൺമെൻറ് GSTയും കൂടിയിട്ടുണ്ട് ഈ 87 രൂപയ്ക്ക്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ അത് വന്നതിന് ശേഷം അതിൻ്റെ